അപ്പോൾ ഈ ഡിസംബർ ആകുമ്പോൾ 40 വർഷമാകും. ആൾക്കാരെ ഒക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാലെന്ന് പ്രാർത്ഥിക്കും. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയണത് ഒരു കത്തോലിക്ക കുടുംബത്തിലെ ജനിക്കാൻ ദൈവം അനുവദിച്ചതിന്. ദിവ്യകുർബാനയും പരിശുദ്ധ അമ്മയുടെ ടാഞ്ചിബിൾ പ്രസൻസാണ്. ജനങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ തൊടാൻ പറ്റുമോ? ഹൗ ക്യാൻ ബി ടച്ച്ഡ്? എൻ്റെ അന്വേഷണവും പ്രാർത്ഥനയും എല്ലാം ഈ കാര്യമായിരുന്നു. ലോകത്തിലുള്ള മനുഷ്യർ ദൈവാനുഭവത്തിന് വേണ്ടി എന്തെല്ലാം ഹിമാലയ സ്ഥാനുക്കളിലൊക്കെ യുഗങ്ങൾ തപസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ വെരി സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ ചപ്പാത്തിയൊക്കെ ചുട്ട് ഈശോയ്ക്ക് കൊടുത്ത സ്ഥലത്ത് പോയിരിക്കണം കുറേ നേരം. അമ്മയുടെ അടുക്കള, അമ്മ വെച്ച അടുക്കളയും അമ്മ വെള്ളം കോരിയ കിണറും ഒക്കെ അതിമനോഹരമാണ്. ഞാൻ അവിടെ ഒരു 4-5 ജപമാല ചൊല്ലിയിട്ടുണ്ട് അവിടെ ഇരുന്ന്. കർത്താവ് മുട്ടുകുത്തി ആ സ്ഥലത്ത് മുട്ടുകുത്തി. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ ദൈവമായിട്ട് ഇൻടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനസ്സിലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ തിരിച്ചു പോരണ രാത്രിയിൽ അമ്മ നേരിട്ട് വന്ന ആ 4 വിരൽ കൊണ്ടുവന്ന് എൻ്റെ വായിലിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവൻ്റെ വിശ്വാസത്തെ ഞാൻ ഭയങ്കര മാനിക്കുന്ന ഒരാളാണ്. അമ്മയുടെ പ്രതിഷ്ഠ ഉള്ള ഒരു ദേവാലയത്തിലെ ആ ദേവാലയം കുടികൊള്ളുന്ന തുമ്പോളി എന്ന സ്ഥലത്ത് ജനിക്കാൻ കഴിയണത് തന്നെ ദൈവം നമുക്ക് നൽകിയ ഒരു വരദാനമാണ്. 10,000 പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാർത്ഥിച്ച് വിശുദ്ധമായൊരു മണ്ണിൽ ജനിക്കാൻ കഴിയണതും കല്യാണം കഴിച്ച് വരാൻ കഴിയണതും ദൈവം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തിൻ്റെ കയറെ പിടിച്ച് കയറാൻ നോക്കണം. ഈ ഡിസംബർ മാസത്തെ ഹീറോയിൻ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അത് ക്രിസ്മസിനായാലും ഡിസംബറിൻ്റെ ഈ അമലോത്ഭവ തിരുനാളിലായാലും എനിക്ക് പട്ടം കിട്ടിയത് 23-ാം തീയതിയാണ്, ഡിസംബർ മാസം. അപ്പോൾ ഈ ഡിസംബർ ആകുമ്പോൾ 40 വർഷമാകും. അപ്പോൾ ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നത്, ആൾക്കാരെ ഒക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് 39 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാലെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇനി അടുത്ത 23-ാം തീയതി കഴിയുമ്പോൾ 40 വർഷമാകും. 25 കൊല്ലം പൗരോഹിത്യം പൂർത്തിയാക്കിയപ്പോൾ ബിഷപ്പ് ഹൗസിൽ വെച്ച് ഞങ്ങൾ ജൂബിലേറിയൻസിനെയൊക്കെ അച്ഛന്മാരെ ആദരിക്കുകയും സമ്മാനങ്ങൾക്ക് നൽകുകയൊക്കെ ചെയ്തു. അപ്പോൾ പിന്നെ ഒരു മറുപടി പ്രസംഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മറുപടിയായിട്ട് അന്ന് എൻ്റെ സിൽവർ ജൂബിലിക്ക് മറുപടിയായിട്ട് പറഞ്ഞത് 5-6 വാക്യേ പറഞ്ഞുള്ളൂ. ആദ്യം പറഞ്ഞത്, ഞാൻ ദൈവത്തിന് നന്ദി പറയണതാണ്. എന്തിനാണ് നന്ദി പറയണത്? പൗരോഹിത്യത്തിനല്ല നന്ദി പറയണത്. ഞാൻ ആദ്യമായിട്ട് നന്ദി പറയണത് ഒരു കത്തോലിക്ക കുടുംബത്തിലെ ജനിക്കാൻ ദൈവം അനുവദിച്ചതിന്. ഒരു കത്തോലിക്ക കുടുംബത്തെ ജനിക്കാൻ ദൈവം അനുവദിച്ചതിനാണ് ഞാൻ സിൽവർ ജൂബിലിക്ക്, സിൽവർ ജൂബിലിക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. ഇപ്പം എൻ്റെ റൂബി ജൂബിലി വരികയാണ്. ഇപ്പോഴും എനിക്ക് ആ ഒരു വാക്കിൽ മാറ്റമില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് കത്തോലിക്ക കുടുംബത്തിൽ ജനിക്കാൻ കഴിയുന്നതാണ്. പിന്നെ കത്തോലിക്ക വിശ്വാസത്തെ വളർത്തപ്പെടുക കൂടി ചെയ്യണമെങ്കിൽ അത് ദൈവം നമ്മുടെ പൂർവികരോട് ചെയ്ത സുഹൃതം തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ 1 ദിവ്യകുർബാനയും 2 പരിശുദ്ധ അമ്മയുടെ ടാഞ്ചിബിൾ പ്രസൻസാണ്. ഞാൻ എപ്പോഴും പഠിക്കണ കാലം തൊട്ട് ഇന്ന് വരെ എപ്പോഴും എൻ്റെ മനസ്സിനെ മഥിപ്പിച്ചിരിക്കുന്നത്, ജനങ്ങൾക്ക് എങ്ങനെ ദൈവത്തെ തൊടാൻ പറ്റുമോ? ഹൗ ക്യാൻ ബി ടച്ച്ഡ്? ദൈവത്തെ എങ്ങനെ, എൻ്റെ അന്വേഷണവും പ്രാർത്ഥനയും എല്ലാം ഈ കാര്യമായിരുന്നു. ദൈവത്തെ എങ്ങനെ, വ്യത്യസ്തങ്ങളായ കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ദൈവത്തെ എങ്ങനെ, ദൈവത്തിൻ്റെ കരം ഗ്രഹിക്കാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ നടന്നതിൻ്റെ ഭാഗമായി എനിക്ക് കിട്ടിയൊരു ബോധ്യവും അനുഭവ ബോധ്യമാണ്. എൻ്റെ ദൈവാനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും അത് ദിവ്യകുർബാനയുടെ അനുഭവവും പിന്നെ മരിയൻ എക്സ്പീരിയൻസ് ആണെന്നാണ്. ദൈവാനുഭവം ഈസിക്കൽ ടു മരിയൻ എക്സ്പീരിയൻസ്. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യർ ദൈവാനുഭവത്തിന് വേണ്ടി എന്തെല്ലാം ഹിമാലയ സ്ഥാനുക്കളിലൊക്കെ യുഗങ്ങൾ തപസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ വെരി സിമ്പിളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സാങ്കേതികത ഒന്നും ഇതിനകത്തില്ല. ഈ ജൂബിലി വർഷത്തിൽ ഞാനൊരു ദിവസം ഇസ്രയേലിൽ പോയി. ഇസ്രയേലിൽ പോയി എൻ്റെ മനസ്സ് മുഴുവൻ ഉണ്ടായിരുന്നത് ഇസ്രയേലിലെ അമ്മ അടുക്കളയിൽ ചപ്പാത്തിയൊക്കെ ചുട്ട് ഈശോയ്ക്ക് കൊടുത്ത സ്ഥലത്ത് പോയിരിക്കണം കുറേ നേരം. എൻ്റെ മനസ്സതാണ് ഉണ്ടായിരുന്നത്. അപ്പം നസ്രത്തിലെ അമ്മ താമസിച്ച വീട്. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാവരും ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴും ഞാൻ അമ്മയുടെ അടുക്കളയിൽ പോയിരിക്കും. അപ്പോൾ നസ്രത്തിൽ ആ തിരുക്കുടുംബത്തിൻ്റെ ഇതിൽ അമ്മയുടെ അടുക്കള, അമ്മ വെച്ച അടുക്കളയും
അമ്മ വെള്ളം കോരിയ കിണറും ഒക്കെ അതിമനോഹരമാണ്. വളരെ പ്രാചീനമായ സംഭവങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ഒരു 4 or 5 ജപമാല ചൊല്ലിയിട്ടുണ്ട് അവിടെ ഇരുന്ന്. കാര്യം ഞാൻ ഇതിനാണ് ഇവിടെ വന്നതെന്ന് അമ്മയോട് പറഞ്ഞു. അമ്മയുടെ ഈ അടുക്കള കാണാൻ വേണ്ടിയാണ്. ഞാൻ അതിന് ശേഷം ആ ദിവസങ്ങളിലെല്ലാം 10 ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഈ 10 ദിവസങ്ങളെല്ലാം ജപമാല കയ്യിൽ നിന്ന് മാറാതെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെ ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ഒരു കറുത്ത ജപമാലയായിരുന്നു ഓർക്കുന്നുണ്ട്. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. ആൾക്കാരിങ്ങനെ ഓരോ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കെങ്കിലും കർത്താവ് നടന്ന സ്ഥലങ്ങൾ വരുമ്പോൾ ഞാൻ മുട്ടയിൽ നിൽക്കും. ആരും മുട്ടയിൽ നിന്നില്ലെങ്കിൽ ഞാൻ മുട്ടയിൽ നിൽക്കും. കർത്താവിനെ വിസ്തരിച്ച സ്ഥലങ്ങൾ. യെശുവിന് കുർബാന ചൊല്ലിയപ്പോൾ എൻ്റെ കൂടെ ആയിരുന്ന പയ്യപ്പള്ളി അച്ഛൻ കുർബാന കൊടുക്കാൻ വേണ്ടി ആൾക്കാരുടെ ഇടയിലേക്ക് പോയപ്പോൾ ഞാൻ പോകാതെ ആ കർത്താവ് മുട്ടുകുത്തിയ ആ സ്ഥലം അവിടെ വലിയ പിച്ചുള്ള വെയിൽ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് കയറി കർത്താവ് കുത്തിയ ആ സ്ഥലത്ത് മുട്ടുകുത്തി. ആ മുട്ടുകുത്തിയിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു, എന്നെ ശക്തിപ്പെടുത്തണം, ഇക്കാലങ്ങളിൽ നിൻ്റെ ജോലി ചെയ്യണത് വേണ്ടി എന്നെ ശക്തിപ്പെടുത്തണം. ദൈവമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒരു ഭക്തിയല്ല സംഭവം, വളരെ തീഷ്ണമായ ഒരു ആത്മാർത്ഥമായ ഒരു ബന്ധമാണ്. എൻ്റെ സഹോദരൻ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ദൈവ അനുഭവം എന്ന് പറഞ്ഞ ഈക്വൽ ടു എക്സ്പീരിയൻസ് ഓഫ് യുക്രിസ്റ്റ് ആൻഡ് മരീൻ എക്സ്പീരിയൻസ്. അത് ഒത്തിരി വിഷയങ്ങളില്ല. യമ ആസന പ്രാണായാമ പ്രത്യാസം എന്തെല്ലാം വിഷമതകളാണ് ഓരോ സാങ്കേതികവൽക്കരിക്കുമ്പോൾ ദൈവത്തെ അനുഭവിക്കാൻ. പക്ഷേ അമ്മ വളരെ ടാഞ്ചിബിളാണ്. നമുക്ക് വേണ്ടത് ഈ ദിവ്യരഹസ്യങ്ങളിലുള്ള ഈ വിശ്വാസവും, പിന്നെ എനിക്ക് ഇപ്പം നമ്മൾ മോർണിംഗ് പ്രെയർ, ഈവനിങ് പ്രെയർ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മസ്റ്റായിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ലോകത്തിന് വേണ്ടി. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, ഒരു മോർണിംഗ് പ്രെയർ കൊണ്ടോ ഒരു ഈവനിങ് പ്രെയർ കൊണ്ടോ പ്രെയറിന് അങ്ങനെ വിളിക്കണ പോലും ശരിയല്ലെന്ന്. ഞങ്ങളെപ്പോലെയുള്ള ഒരു വൈദിക ജീവിതത്തിൽ അതൊരു മസ്റ്റാണ്. പക്ഷേ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അങ്ങനെ ടൈം ടേബിള്, അത് സാധാരണഗതി ടൈം ടേബിൾ വരണേ എങ്ങനെയാണ്? നമുക്ക് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ബ്ലൂ ഇക്കണോമിക് സോൺ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയ, ഇങ്ങനെ ഓരോ ക്യാവിറ്റി, ഇത് വെള്ളക്കാരുടെ ബുദ്ധിയുടെ ഒരു കാര്യങ്ങൾ കാണുന്ന രീതികളാണ്. അത് നമുക്ക് ആ പാണ്ഡം നമുക്ക് ചുമക്കേണ്ട കാര്യമില്ല. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യണ സമയത്ത് നമ്മൾ ദൈവമായിട്ട് ഇൻടാക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനസ്സിലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതല്ല പ്രശ്നം. അപ്പം ഇങ്ങനെയുള്ള പ്രെയർ ടൈമൊക്കെ ഉണ്ടാകുകയും അത് നമ്മൾ അടിസ്ഥാനം അതുപോലും ഇല്ലെങ്കിൽ എല്ലാം തകരും. അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാം ഓർമ്മകളിലും ചിന്തകളിലും ആലോചനകളിലുമൊക്കെ ദൈവം പ്രധാനപ്പെട്ട വിഷയമാകണം. ഞാൻ ഈ 10 ദിവസം ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ദിവസങ്ങളെല്ലാം ഈ അമ്മയെക്കുറിച്ചും പിന്നെ ജപമാലകൾ ചൊല്ലിക്കൊണ്ട് തന്നെ ഇരിക്കണം. വേറെ ഒരു കാര്യത്തിൽ ഞാൻ ഇൻവെസ്റ്റ് ആയിട്ടില്ല. എന്നെ പറ്റി ഞാൻ തിരിച്ചു പോരണ രാത്രിയിൽ അമ്മ നേരിട്ട് വന്ന ആ 4 വിരൽ കൊണ്ടുവന്ന് എൻ്റെ വായിലിട്ട് ഞാൻ കയ്യെ പിടിക്കണവർക്കുകൊണ്ട് അതിനുശേഷം എനിക്ക് ഞാൻ വല്ലാത്ത രീതിയിൽ കുളിർന്നു പോയി. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് ചാടി പുറത്ത് വീണിട്ട് കിഴക്കോട്ട് പടിഞ്ഞാട്ട് ഞാൻ ഓടിയൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അത് എക്സ്പീരിയൻസ് വെച്ചാൽ. എന്നിട്ട് ഞാനൊരു കടലിൽ പോയി ചാടി. കടലാണോ നൈൽ നദിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഈജിപ്തിൽ വെച്ചായിരുന്നോ. എന്നിട്ട് ഞാൻ ഒരു കണക്കിന് വല്ല ചുറകവല്ല ഞൊട്ടിയെടുത്താൽ എന്ത് വിചാരിച്ചുകൊണ്ട് പേടിച്ച് പുറത്തേക്ക് വന്നോ. എന്നെ അണച്ചണച്ച് ഞാനിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ആ ഒരു ഫീലാണ്. അപ്പം ഞാൻ ബൈബിള് തുറക്കും. എന്നിട്ട് എന്താണ് രാത്രി സംഭവിച്ചത് ഞാൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, നിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ അടയാളം കൊണ്ട് സ്ഥിരീകരിക്കുമെന്നാണ്. ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, ദൈവാനുഭവം എന്ന് പറയുന്നത് സിമ്പിളാണ്, സത്യമാണ്. അതുകൊണ്ട് തന്നെ അത് സിമ്പിളാണ്. സത്യം ഒരിക്കലും സങ്കീർണമാകത്തില്ല. സത്യമാണെങ്കിൽ അത് സിമ്പിളായിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് പാവപ്പെട്ടവൻ്റെ വിശ്വാസത്തെ ഞാൻ ഭയങ്കരമായിട്ട് മാനിക്കുന്ന ഒരാളാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അകത്ത് ബൗദ്ധികമായ വങ്കത്വമോ മറ്റു തരത്തിലുള്ള ഒരു ഇൻഹിബിഷൻസോ ഒന്നുമില്ല. അത് ലളിതമാണ് ഭയങ്കര. നമ്മുടെ ലളിത വിശ്വാസത്തിൽ തന്നെ വൈകാരിക ഭ്രാന്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ആ വിശ്വാസത്തിൻ്റെ പറ്റിയൊരു ജീവിതം ഒന്ന് ക്രമീകരിച്ചാൽ, വിശ്വാസം സത്യമാണെന്ന് അറിയണമെങ്കിൽ ജീവിതം സത്യമായിരിക്കണം. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രശ്നം, വിശ്വാസത്തിന് പറ്റിയൊരു ജീവിതത്തിന് വേണ്ടി ഇപ്പം അമ്മയെ കാണുമ്പോൾ എലിസബത്ത് എന്താ പറഞ്ഞത്? എലിസബത്തല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് എലിസബത്തിലൂടെ. മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ബ്ലെസ്സഡ്.
നീ ബ്ലെസ്സഡ് ആണ്. എങ്ങനെയാണ് ബ്ലെസ്സഡ് ആയത്? നീ അനുഗ്രഹീതയാണ്. ഒരു വ്യക്തി അനുഗ്രഹീതനാണോ അനുഗ്രഹീതയാവുന്നത് എങ്ങനെയാണ്? കർത്താവ് അരുളിച്ചത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കണം. നിറവേറുമെന്ന് വിശ്വസിക്കുന്ന കർത്താവ് അരുളിച്ചത് എന്ത് കാര്യമാണ് അരുളി ചെയ്തത്? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്കും വലിയവനായിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അതാണ് കർത്താവ് വിളിച്ചത് കാര്യങ്ങൾ. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് കർത്താവ് അരുളിച്ചത് ഏറ്റവും വലിയ കാര്യം, രഹസ്യം എന്ന് പറയണത്. അതിൻ്റെ വിഷയം എന്ന് പറയണത് ഈ കുരിശിൻ്റെ ചുവട്ടിൽ കർത്താവിൻ്റെ ചോരയെ ചവിട്ടി ഒരു കുറവിറച്ചിയായിട്ട് സ്വന്തം മകൻ മരണത്തിൻ്റെ മുഖം അവസാനത്തെ മണിക്കൂർ പങ്കിടുന്ന സമയത്ത് ആ സ്ഥലത്ത് പരിശുദ്ധ അമ്മ നിന്നിരുന്നു എന്നാണ് പറയണത്. ഞാൻ ഏറ്റവും കൂടുതൽ അമ്മയെ ബഹുമാനിക്കുന്ന ഒരു സ്ഥലം ഇതാണ്. അതായത് കുരിശിൻ്റെ ചുവട്ടിലുള്ള നിപ്പ്. എന്താണ് ആ നിപ്പിൻ്റെ അർത്ഥം? എന്താ? പിന്നെ അമ്മ അങ്ങ് മാഞ്ഞു പോണത് കാണാം. ബഹളങ്ങളില്ല, പിന്നെ ആരും അമ്മയെക്കുറിച്ച് കേൾക്കുന്നില്ല. പിന്നെ മേരി മാഗ്ഡലിനാണ് അമ്മയ്ക്ക് ഒരു ഡ്യൂപ്പായിട്ട് വരണത്. അവരാ പിന്നീട് സുഗന്ധക്കൂട്ടൊക്കെ ഉണ്ടാക്കുന്നതും രാത്രി ഓടുന്നതും വെളുപ്പിനെ ഈശോനെ കാണുന്നതും. മേരി ഈ കുരിശിൻ്റെ ചുവട് വെച്ച് സ്റ്റോപ്പ് ചെയ്യും. കാര്യം അമ്മയ്ക്ക് അറിയാം, അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ലെന്ന്. അവസാനമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് അവൻ എടുക്കപ്പെട്ടു എന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിൻ്റെ രഹസ്യം പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷി അപ്പോസ്തലൻ മേരി മാഗ്ഡലനല്ല, അത് പരിശുദ്ധ അമ്മയാണ്. ഞാനെപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. അതായത് പുനരുത്ഥാനമാണ് നമ്മുടെയൊക്കെ എല്ലാം നിലനിൽപ്പിൻ്റെ ആസ്തി അടിത്തറയെങ്കിൽ അതെങ്ങനെയാണ് മേരി മാഗ്ഡലന് വന്നതെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞ് എന്നെ കറക്റ്റ് ചെയ്തു. അത് മേരി മാഗ്ഡലനല്ല, പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി പരിശുദ്ധ അമ്മയാണ്. നമ്മളെ സമയം നമുക്ക് മുമ്പിൽ അമ്മ അവശേഷിപ്പിച്ചു പോയുള്ള ഒരു വിളി, ദൈവവിളി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മയെപ്പോലെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ എല്ലാ സഹനങ്ങളിലൂടെയും എല്ലാ സംഘർഷങ്ങളിലൂടെയും പരിശുദ്ധ അമ്മയെപ്പോലെ കടന്നുപോയിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിക്കൊണ്ട് പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന് പറഞ്ഞ് ആ പൂർത്തീകരണത്തിൻ്റെ മുമ്പിൽ ഈ ജീവിതത്തിൻ്റെ പരാജയങ്ങൾക്കോ മക്കൾ പരാജയപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ നാട്ടുകാർ പരാജയപ്പെടുത്തുന്നു ആർക്കും നമ്മൾ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു വിശ്വാസിയെ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം വിശ്വാസിയുടെ അവകാശം വിജയമാണ്. വിജയത്തിൻ്റെ അന്ത്യം നിത്യതയും ദൈവത്തോട് വാസമാണെങ്കിൽ ഈ പരാജയങ്ങളെല്ലാം ആ വിജയത്തിന് വേണ്ടിയുള്ള വളമായിട്ടാണ് മാറുന്നത്. അത് നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ അമ്മയാണ്. അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അമ്മയുടെ പ്രതിഷ്ഠ ഉള്ള ഒരു ദേവാലയത്തിലെ ആ ദേവാലയം കുടികൊള്ളുന്ന തുമ്പോളി എന്ന സ്ഥലത്ത് ജനിക്കാൻ കഴിയണത് തന്നെ ദൈവം നമുക്ക് നൽകിയ ഒരു വരദാനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് നന്ദി പറയണം. അതായത് പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠ ഉള്ളൊരിടത്ത് 10,000 പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാർത്ഥിച്ച് വിശുദ്ധമായൊരു മണ്ണിൽ ജനിക്കാൻ കഴിയണതും കല്യാണം കഴിച്ച് വരാൻ കഴിയണതും ദൈവം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹത്തിൻ്റെ കയറെ പിടിച്ച് കയറാൻ നോക്കണം. എന്നിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ അമ്മയുടെ വിശ്വാസ ജീവിതത്തിന് അനപേക്ഷിതമായിട്ട് പുനഃക്രമീകരിച്ച് കഴിയുമ്പോഴേ മറിയത്തിൽ ലഭിച്ച അതേ മഹത്വപൂർണ്ണതയിലാണ് നമ്മുടെ ജപമാല അവസാനിക്കുന്ന പോലെ സ്ത്രീ ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെടുമ്പോൾ ധ്യാനിപ്പിക്കുക. ആ കിരീടം പൗലോസ് അപ്പോസ്തലൻ കണ്ട കിരീടം, വിശുദ്ധ ജീവിതം വിശ്വാസ ജീവിതം നയിച്ചവർക്കുള്ള കിരീടം, അതിനു വേണ്ടിയാണ് നമ്മൾ ഈ അടരാട്ടങ്ങളെല്ലാം നടത്തുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അത് അവകാശമാക്കാനും അതിനൊരു പോരായ്മ വന്ന് അമ്മയെ ആശ്രയിക്കും നമുക്ക് അമ്മ അത് ഉറപ്പുവരുത്തുമെന്നുള്ള ബോധ്യങ്ങളിലാണ് നമ്മുടെ വിശ്വാസ ജീവിതം പുരോഗമിക്കുന്നത്. നല്ലൊരു തിരുനാളിലെ അമ്മയുമായി കൂടുതൽ ആത്മബന്ധം ഉണ്ടാകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.